ഹലോ. ഓണമൊക്കെ ആയില്ലേ? സെറ്റ് സാരികളുടെ പൂരമായിരിക്കുമല്ലേ ഇനി. അപ്പോൾ നമ്മുടെ ഓഫീസിൽ സെറ്റ് സാരി ഉടുത്തിട്ട് എല്ലാവരും ഒരേപോലത്തെ ബ്ലൗസ് ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ പരാഗ് ഫാഷനിലോട്ടാണ് ഞാൻ വന്നത് ഒരേപോലത്തെ ബ്ലൗസ് പീസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വന്നിട്ട് ഡ്രസ്സ് വ്യാപാരം നടത്തി നല്ലപോലെ വിജയിച്ചവരാണ് കേട്ടോ. ഇത് ബോംബെക്കാരാണ്. ഇപ്പോൾ എറണാകുളത്തും ഇവരുടെ ഷോപ്പൊക്കെ തുടങ്ങിയെന്നാണ്, വേറൊരു ബ്രാഞ്ച് തുടങ്ങിയെന്നാണ് കേട്ടത്. പരാഗ് ഫാഷൻസ് ഇപ്പോൾ അറിയാത്തവരാരും ഉണ്ടാകത്തില്ല അല്ലേ. ഇവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കമനീയ ശേഖരം തന്നെ. നമ്മൾ ബ്ലൗസ് പീസിന് വേണ്ടി ഏത് കളർ എടുക്കണം എന്നുള്ളത് ശരിക്കും പ്ലാൻ ചെയ്തൊന്നും അല്ല വന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും കളേഴ്സും ഡിസൈൻസും കണ്ടപ്പം കൺഫ്യൂഷനുമായി ഏതെടുക്കണമെന്ന്. ഇതൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം വെൽബെറ്റ്, പിന്നെ നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രോക്കും ഗൗണും ഒക്കെ തയ്ക്കാൻ പറ്റിയ നെറ്റിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് ആട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമായത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഓഫീസിലുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്നത് വേണമായിരുന്നു സെലക്ട് ചെയ്യാൻ വേണ്ടി. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഒരാളെ കാണിക്കുമ്പോൾ ഒരാൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, മറ്റേത് കാണിക്കുമ്പോൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരണമല്ലോ. അങ്ങനെ നമ്മൾ കാണിച്ചത് കൂടുതലും എല്ലാവർക്കും റെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളേഴ്സാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ എടുത്ത് സെലക്ട് ചെയ്ത് കൂടി കിടക്കുന്ന കണ്ടോ. ബായിയോട് ഹിന്ദി പറഞ്ഞ് ഞങ്ങൾ മടുത്തു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ പുള്ളിക്കാരന് മലയാളം അറിയില്ല. പിന്നെ റെഡ് എല്ലാം കൂടെ എടുത്ത് പോടുങ്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കൊക്കെ കണ്ടതാണ് കേട്ടോ റെഡ് എല്ലാം കൂടെ എടുത്ത് ഇട്ടത്. ഈ കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ധാവണിയൊക്കെ കാണുന്നില്ലേ, അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നേ. ഓണമായതുകൊണ്ട് തന്നെ ധാവണിയുടെ മെറ്റീരിയൽ ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ടായിരുന്നേ. അതുപോലെ നെറ്റിൻ്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗൗൺ തയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗണിൻ്റെ സെക്ഷനിൽ ഞാൻ മാറിയിട്ടില്ല. കുറേ കളേഴ്സ് ഞാനിങ്ങനെ വെച്ച് നോക്കുമായിരുന്നേ എനിക്ക് ഏതാ ചേരുന്നതെന്നുള്ളത്. കൂടുതലും എനിക്ക് ആ ക്രീം കളർ വെച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടായിട്ട് തോന്നിയത്. പിന്നെ കേരള സാരിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു, ഓണമല്ലേ, അപ്പോൾ അവർ അതും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൂടുതലും റണ്ണിങ് മെറ്റീരിയലിന് അത്രയും ചിലവ് കേരള സാരിക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ ഈ കാണുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ധാവണിയുടെ തന്നെ സെക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി ധാവണി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെയും കുറേ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 തൊട്ട് സ്റ്റാർട്ടിങ് ഡെയിലി വെയർ മെറ്റീരിയൽസ് ഉണ്ട്. ഷിഫോൺ, കോട്ടൺ, അങ്ങനെ പോളിസ്റ്റർ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെയും നമ്മൾ ബ്ലൗസ് സെക്ഷനിലോട്ട് എത്തിയിട്ടാണ്. നമ്മുടെ കൂമ്പാരന്ത ഇവിടെ കിടക്കണുണ്ട്. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരോടും കൺഫേം ചെയ്തിട്ട് ഏത് ഫിക്സ് ചെയ്യണമെന്നുള്ളത് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. ആബായാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ടേ വിടുള്ളൂ പറഞ്ഞ് ഉള്ളതെല്ലാം വാരിയിട്ട് വരുമായിരുന്നേ. അതുപോലെ നമുക്ക് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ആക്സസറീസ് ഉണ്ടല്ലോ, സിബ്, ലേസ്, കുഞ്ചലം, അങ്ങനെയുള്ള ഐറ്റംസും അവിടെ കിട്ടുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ കിട്ടുന്ന എല്ലാം എന്തൊക്കെ വേണോ അതെല്ലാം ആ കടയിലുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ഇത് മൂന്നുമാണ് എല്ലാവരും കൂടി സെലക്ട് ചെയ്തത്. ഇതിൽ ഏത് വേണം എന്നുള്ളതായി പിന്നെ കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ വെച്ച് കൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണം ഫിക്സ് ആക്കി. ആ മജന്ത കളറിലെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായത്. കുറേ സമയത്തിന് ശേഷമാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇഷ്ടപ്പെട്ടത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. ഓക്കെ, ബൈ.